തദ്ദേശ ഭരണ സ്ഥാപനത്തിന് സ്വന്തമായി ടർഫ്, അതും 2 ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിനാണ് ഈ അപൂർവ നേട്ടം. വളർന്നുവരുന്ന പുതുതലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ 2ാമത്തെ ടർഫ് ബാലഗ്രാമിൽ തുറന്നു. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം. കേരളത്തിൽ ഇന്ന് ടർഫുകൾ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. പ്രൈവറ്റ് മേഖലയിലാണ് ടർഫുകൾ ഉള്ളത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ ടർഫ്, അതും 1 2 ഈ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ തേർഡ് ക്യാമ്പ് LP സ്കൂളിലാണ് ആദ്യത്തെ ടർഫ് യാഥാർത്ഥ്യമാക്കിയത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു സ്കൂളിൽ ടർഫ് നിർമ്മിച്ചത്. പിന്നീട് ബാലഗ്രാമിലെ പൊതുജനങ്ങൾക്കായി 35 ലക്ഷം രൂപ ചെലവിൽ 20 മീറ്റർ വീതിയിലും 31 മീറ്റർ നീളത്തിലും 2ാമത്തെ ടർഫും സാക്ഷാത്കരിച്ച് കൈമാറി. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് നിർവഹിച്ചു. എക്കാലവും വഴി കുഴി കലുകു എന്ന കാലഹരണപ്പെട്ട ചിന്തകളുമായി നടന്നാൽ നാട്ടിൽ മാറ്റങ്ങൾ വരില്ല എന്നും ഏറ്റവും കൂടുതൽ എനർജി ലെവലുള്ള യുവതലമുറ കഞ്ചാവ് വലിക്കുന്നു, കലുങ്കിലിരിക്കുന്നു, ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കളും സമൂഹവും അവരെ പഴി പറയുമ്പോൾ തങ്ങളുടെ എനർജി ലെവൽ എവിടെ ചെലവാക്കണമെന്ന അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ടർഫ് എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ജിജി കെ ഫിലിപ്പ് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകൾ എവിടെയെങ്കിലും ഇങ്ങനൊരു പദ്ധതിയില്ല. ഒരു പഞ്ചായത്തിലും ഇങ്ങനൊരു പദ്ധതിയില്ല. ഇനി കേരളത്തിലെ 182 ബ്ലോക്ക് പഞ്ചായത്തുകൾ എവിടെയെങ്കിലും പണം മുടക്കി ഇങ്ങനൊരു പദ്ധതി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കേരളത്തിലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഇടുക്കി അല്ലാതെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. എല്ലാ കാലവും വഴി കുഴി കലുങ്ക് എന്ന് മാത്രം നാമം ജപിച്ചുകൊണ്ട് നടന്നാൽ നാട്ടിൽ പുതിയ പദ്ധതികൾ ഉണ്ടാവില്ല, വികസനം ഉണ്ടാവില്ല. കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നു, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മതിൽ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അവരെ പഴിചാരിയിട്ട് മാതാപിതാക്കളോ സമൂഹമോ അങ്ങനെ പഴിചാരിയിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് കുട്ടികൾക്കാണ്, ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് കുട്ടികൾക്കാണ്. അവരുടെ ഈ എനർജിയും ടൈമും എവിടെ ചിലവഴിക്കണം എന്നുള്ള അവരുടെ ചോദ്യത്തിന് ഉത്തരം ഇത്തരത്തിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നാട്ടിലെ അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വികസനം സംഭവിക്കുള്ളൂ. വികസിത രാജ്യങ്ങളിൽ എങ്ങനെയാണ് കുട്ടികൾ കളിക്കുന്നത്? അതുകൊണ്ടാണ് അവർ ലോക നിലവാരത്തിലുള്ള കായിക താരങ്ങളായി മാറുന്നത്. അതുകൊണ്ടാണ് അവർ ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും അടക്കമുള്ള ലോകോത്തര ഗെയിമുകളിൽ അവർക്ക് സ്വർണ്ണ മെഡൽ കിട്ടുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവില്ല. ചെറുപ്പക്കാരായ ആളുകൾ ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോഴാണ് നൂതന രീതിയിൽ കാലഘട്ടത്തിനൊത്ത വികസനങ്ങൾ നാട്ടിൽ നടപ്പിലാക്കുന്നതെന്നും അവ മൂലം ആരോഗ്യമുള്ള പുതുതലമുറ നാടിന് ലഭിക്കുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷിഹാബ് പറഞ്ഞു. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാരണം ചെറുപ്പക്കാരായ ആളുകൾ ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വന്നു അല്ലെ വരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണ്? ആരെങ്കിലുമൊക്കെ പണ്ട് പണിത് വെച്ചിരുന്ന കെട്ടിടങ്ങൾ, ആരെങ്കിലുമൊക്കെ പണിതിരുന്ന തോടുകൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വെട്ടിപ്പിടിപ്പിച്ച എന്തെങ്കിലും സ്ഥാപനങ്ങൾ, അതിന് പെയിന്റ് അടിച്ചും അതിന് മെയിൻ്റനൻസ് പണി ചെയ്യാതെ അതിന് ഓട് മാറിയിട്ട് പോകുന്നതിന് പകരം നൂതന സംവിധാനങ്ങളുമായി പുതിയ സംവിധാനത്തിൽ പുതിയ ചെറുപ്പക്കാർക്ക് പുതിയ പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിക്കാം, അതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിനി സന്തോഷ്, SNDP യോഗം പ്രസിഡന്റ് സത്യവർദ്ധൻ, സംഘാടക സമിതി ചെയർമാൻ KC സോമൻ, കൺവീനർ PV രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനാണ് ടർഫിന്റെ പ്രാദേശിക മേൽനോട്ട ചുമതല. ടർഫിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ബാലഗ്രാം ശോഭന ആർട്സ് ക്ലബും സന്യാസിയോട സ്റ്റാർ ക്ലബും തമ്മിൽ പ്രദർശന മത്സരവും നടന്നു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.